ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. കൂടെയുണ്ട് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി 24 പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് സഹായപ്രവാഹമെത്തി. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. ആശുപത്രികൾക്കും വിദ്യാഭ്യാസത്തിനുമായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തും ജോലി വാഗ്ദാനം ചെയ്തും ദുരന്തബാധിതരെ 24 ചേർത്ത് പിടിച്ചു. ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 കണക്റ്റിന്റെ ഭാഗമായി നടത്തിയ ജില്ലാ പ്രേക്ഷക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ചേർത്തുപിടിക്കലിന്റെ സ്നേഹക്കണ്ണിയായി. സർവ്വതും നഷ്ടപ്പെട്ട് പകച്ചുപോയ ദുരന്തബാധിതർക്ക് വീടും ജോലിയും വാഗ്ദാനം ചെയ്ത് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 24 കണക്റ്റുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ, ആരോരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. 25 വീടുകളുടെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന രീതി, അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് നടൻ വിനോദ് കോവൂർ ഏറ്റെടുത്തു. മാതാപിതാക്കളെ നഷ്ടമായ സിദ്ധറയുടെയും മുഹമ്മദ് ഹാനിയുടെയും അഭിജിത്തിന്റെയും വിദ്യാഭ്യാസ ചെലവ് 24 വഹിക്കും. ദുരന്തത്തെ അതിജീവിച്ച അക്ഷയയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ശ്രുതിക്കും ജോലി ലഭിക്കും. അക്ഷയ BA മലയാളം പഠിച്ചവളാണ്. BEd കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ജോലി BEdന്റെ കാര്യത്തിൽ ഇതല്ല, ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. വളരെ ബെസ്റ്റ്. പ്രതീഷിന്റെ ഉപജീവന മാർഗമായ വെൽഡിംഗ് മെഷീനും തയ്യൽ മെഷീനും 24 നൽകും. വിഷ്ണുവിന് ഓട്ടോറിക്ഷയ്ക്ക് സഹായധനം വ്യവസായി T അലി നൽകും. ഇവർ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ, അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ സഹായം നൽകണമെന്ന് പറഞ്ഞത്. ആ മക്കൾക്കൊരു വലിയ കൈയടി. ഓക്കെ, താങ്ക് യു. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒപ്പം ചേർന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായത്തിനു പുറമെ ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. താലൂക്ക് ആശുപത്രിയിലും PHCയിലും പ്രത്യേക ബ്ലോക്കും വിദ്യാഭ്യാസത്തിന് സഹായവും ഉണ്ടാകും. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ 24 ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. അതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി, 4 സ്ഥലത്താണ് ആശുപത്രി വരുന്നത്. ദുരന്തത്തിൽ പകച്ച് തകർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒപ്പം ഞങ്ങളുണ്ടെന്ന ഉറപ്പുള്ള സന്ദേശമായി മാറി ജില്ലാ പ്രേക്ഷക സമ്മേളനം. ടീം 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്ക് 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ ആദരം. സേനാ വിഭാഗങ്ങളെയും വിവിധ സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള ആദരമാണ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ജൂലൈ 30 പുലർച്ചെ മുതൽ ഊണുമുറക്കവും ഉപേക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട 100 കണക്കിന് ആളുകൾ. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ചെളിയിലകപ്പെട്ടവർക്ക് നേരെ കൈനീട്ടിയവർ. അങ്ങനെ നാടിനുണ്ടായ ആപത്തിൽ കൂടെ നിന്ന മനുഷ്യരെ 24 ജില്ലാ പ്രേക്ഷക സമ്മേളനം സ്നേഹത്തോടെ ഓർത്തു. ഇന്ത്യൻ നേവി സംഘം വേദിയിലെത്തി ആദരമേറ്റുവാങ്ങി. ശിവദാസിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഗോകുലം ഗോപാലേട്ടൻ ട്രോഫി സമ്മാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ജനങ്ങളുടെ ആദരമാണിത്. വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ആർമി സംഘം 24 ഫ്ലവേഴ്സിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, വനം വകുപ്പ് ഇങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾക്കും ആദരം. IG സേതുരാമൻ കൂടി ചേരുകയാണ്. കാരണം ഇവരായിരുന്നു ഈ സമയത്ത് നമ്മൾ ഒരു പേര് കൂടി ഓർക്കേണ്ടതുണ്ട്. ADGP MR അജിത് കുമാർ. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളെയും കൂട്ടായ്മകളെയും ആദരിച്ചു. കൈമെയ് മറന്ന് സഹായിച്ചവർക്ക് സദസ്സിന്റെ കയ്യടി. 50ഓളം കൂട്ടായ്മകളെയാണ് 24 കണക്റ്റിന്റെ ഭാഗമായി ആദരിച്ചത്. ടീം 24 വയനാട്. ഈ വാർത്താദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി വെല്ലുവിളിച്ച് PV അൻവർ.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ADGP MR അജിത് കുമാറിനെയും വീണ്ടും കടന്നാക്രമിച്ച് PV അൻവർ MLA. മുഖ്യമന്ത്രിയെ പി ശശി കുഴിയിൽ ചാടിക്കുന്നുവെന്നാണ് ഇടത് MLA ആയ അൻവറിന്റെ ആരോപണം. MR അജിത് കുമാർ കുപ്രസിദ്ധ ക്രിമിനലാണെന്നും കൊന്നും കൊല്ലിച്ചും ശീലമുള്ള ആളാണെന്നും അൻവർ തുറന്നടിച്ചു. PV അൻവറിന്റേത് ഒറ്റയാൾ പോരാട്ടമല്ലെന്നുറപ്പ്. പാർട്ടിക്ക് മുകളിലേക്ക് പോലീസും പോലീസിനെ നിയന്ത്രിക്കുന്ന പി ശശിയും വളർന്നുവെന്ന് CPM-ൽ തന്നെ അഭിപ്രായമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പഴികേട്ട ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നതിന് PV അൻവറിന് ഈ രീതിയിൽ പിന്തുണയുണ്ടോ എന്നതാണ് ചോദ്യം. അൻവറിന്റെ ആരോപണങ്ങൾക്കെല്ലാം തലകൊയ്യാനുള്ള മൂർച്ചയുമുണ്ട്. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നുവെന്ന് പി ശശിയെ നേരിട്ട് ആക്രമിച്ചായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ നീക്കം. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം. തുടങ്ങിയത് സുജിത് ദാസിലാണെങ്കിലും PV അൻവർ ലക്ഷ്യമിടുന്നത് MR അജിത് കുമാറിനെയാണ്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും കൊല്ലിച്ചിട്ടുണ്ടെന്നും അൻവർ ആഞ്ഞടിച്ചു. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ അൻവർ താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സുജിത് ദാസിന്റെ പുതിയ ശബ്ദരേഖയും പുറത്തുവിട്ടു. ശരിക്കും നമ്മൾ ആ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് അറിഞ്ഞില്ല, ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലും ആഭ്യന്തര വകുപ്പിന് കുലുക്കമില്ല. DGP-ക്ക് മുകളിൽ പി ശശി ഇടപെട്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സുജിത് ദാസിനെതിരെ അധികം പരിക്ക് പറ്റാത്ത നടപടിയെടുത്ത് അജിത് കുമാറിലേക്കുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പ് തടയുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLA-യുടെ ആരോപണത്തിൽ DGP-യോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി. പോലീസ് ആസ്ഥാനത്ത് DGP ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അതേസമയം മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചുവെന്ന പരാതിയിൽ തൃശൂർ റേഞ്ച് DIG അന്വേഷണം നടത്തും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഗുരുതര ആരോപണമാണ് PV അൻവർ, അതായത് ഭരണകക്ഷി MLA ആണ് ഇന്ന് ADGP-ക്കെതിരെ ഉന്നയിച്ചത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉണ്ട് ആരോപണം. ഇതിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണോ ADGP-ക്കെതിരായ ആരോപണത്തിൽ? അനുജ, നമുക്കറിയാം, അതായത് CPM-ന്റെ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ ഇന്നും ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉയർന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിലെ 2 പേർ, ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, 2 ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ. ഈ സംഭവം പ്രതിപക്ഷമടക്കം ആയുധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഒരു പടി കൂടി കടന്ന് PV അൻവർ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ, മാത്രമല്ല മാഫിയ ബന്ധം, അതിനുമൊക്കെ അപ്പുറത്തേക്ക് പോലീസ് തലപ്പത്ത് മാഫിയ ബന്ധം പിടിമുറുക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി DGP-യോട്, സംസ്ഥാന പോലീസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവാദവുമായി ബന്ധപ്പെട്ടത് സുജിത് ദാസിന്റെ മരമുറിയിൽ തുടങ്ങി ഇതുവരെയുള്ള വിവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി തേടിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് ഇക്കാര്യങ്ങളിലെ എങ്ങനെ കാര്യങ്ങൾ പോകണം, എങ്ങനെ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യങ്ങളിലൊരു വിവരശേഖരണം നടത്തിയെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി ലഭിച്ചിരുന്നു. ആ പരാതികൾ അന്വേഷിക്കാൻ തൃശൂർ DIG-യെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അനുജ, സിമി റോസ്ബൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നതടക്കം ഒട്ടേറെ ഗുരുതര ആരോപണങ്ങൾ അവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തൽ ശരിവെച്ച് കുടുംബം. പോലീസ് അനാസ്ഥ കാണിച്ചുവെന്നും അന്വേഷണം CBI-ക്ക് വിടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വ്യാപാരിയായ മാമിയെ കൊലപ്പെടുത്തിയെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റിലാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസിൽ 1 വർഷമായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ സമീപിക്കുകയായിരുന്നു.
തുടർന്ന് ADGP MR അജിത് കുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല മലപ്പുറം SP കൈമാറി. ചുമതലയിൽ നിന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണറെ മാറ്റി മലപ്പുറം SP നിയമിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിറകെയാണ് PV അൻവർ MLA വെളിപ്പെടുത്തൽ. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. MLA അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്നും പോലീസ് അനാസ്ഥ കാണിച്ചുവെന്നും കുടുംബം പ്രതികരിച്ചു. MLA പറയുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശക്തമായിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം 1 കൊല്ലമായിട്ടും നമുക്ക് എന്താണ് ഇപ്പോൾ പറ്റിയെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കേരള പോലീസിന് മാറിയിട്ട് കേസ് എത്രയും പെട്ടെന്ന് CBI അന്വേഷിക്കണം. അതാണ് നമ്മൾ ആവശ്യം. MLA വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 24 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയുള്ള ഭരണകക്ഷി MLA ആരോപണങ്ങളിൽ പകച്ച് ഇടത് കേന്ദ്രങ്ങൾ. അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റാനാണ് പ്രതിപക്ഷ നീക്കം. അൻവറിന്റെ ആരോപണങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു CPIM നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ആരോപണങ്ങൾ വീണ്ടും കടുപ്പിക്കുകയാണ് അൻവറിന്റെ ആരോപണങ്ങളിൽ CPIM നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഇടത് സൈബർ സംഘങ്ങളും ആശയക്കുഴപ്പത്തിലാണ്. ഈ അവസരം ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. സ്വർണ്ണക്കടത്ത് വിഷയത്തിലെ UDF ആരോപണം തെളിഞ്ഞെന്നായിരുന്നു അൻവറിന്റെ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJPയുമായിട്ടുള്ള ബാന്ധവം, തൃശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ്. നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരോട്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയം UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ SP നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ്. സംസ്ഥാനത്തിന് നട്ടലുള്ള ആഭ്യന്തരമന്ത്രിയില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും BJP. അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച് വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGPക്കെതിരായ ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കുമ്പോഴും P ശശിക്കെതിരായ ആരോപണത്തിൽ മറുപടി ഇങ്ങനെ: ഉണ്ടാവുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പരിശോധിക്കും. അൻവറിന്റെ അഭിപ്രായമുണ്ട്, അത് ഗവൺമെന്റ് അഭിപ്രായമല്ല. PV അൻവറിന്റെ പാർട്ടിക്ക് വെളിപ്പെടുത്തലുകൾ അറിയാനും ഗൗരവത്തോടെ കാണാനും കെൽപ്പുണ്ടെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. CPIM ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സത്യാവസ്ഥ പുറത്തുവരാൻ കാത്തിരിക്കുകയാണെന്ന് നടി വിൻസി അലോഷ്യസ്. ലൈംഗികാതിക്രമങ്ങൾ തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല, പറഞ്ഞ വേതനം ലഭിക്കാത്ത സാഹചര്യം തനിക്കുണ്ടായിട്ടുണ്ടെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. ഈ പറയുന്ന പോലെ ലൈംഗിക അതിക്രമങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോലെ, എല്ലാ സാധാരണ പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ള എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ അതിൻ്റെ സത്യാവസ്ഥ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പം പലരും ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഓക്കെ നമ്മളും ആ ഇൻജസ്റ്റിസിന് കീഴിലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമുക്കിപ്പം ഒരു സിനിമയിൽ കയറുമ്പോൾ ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കിനും സൗണ്ട് റേസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല, നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുവാണെങ്കിൽ ഇപ്പം പറയാനും നമുക്കത് ഷെയർ ചെയ്യാനും ഒരു കൂട്ടം ആൾക്കാർ കൂടെയുണ്ട് എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.